ഓക്കെ. ഒരു സാധാരണക്കാരൻ അങ്ങനെ വിന്നർ ആവുന്നത് ആദ്യമായിട്ടല്ലേ, അപ്പൊ അതിനോട് കാരണം ജിൻഡോ ആദ്യം വന്നപ്പോ എല്ലാരും ഭയങ്കര എന്താ പറയുക മണ്ടനാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഇത്രയും ദിവസം അവിടെ നിൽക്കാനും ഒരു ടോപ്പ് 5ലേക്ക് വരാനും ഒരു ഫൈനലിസ്റ്റ് ആവാനും ചിലപ്പോൾ കപ്പ് കിട്ടിയാൽ അത് ഇനി സാധാരണക്കാരെ ആൾക്കാർക്കും കൂടെ ബിഗ് ബോസ് സാധാരണക്കാർക്കും കപ്പടിക്കാം എന്നുള്ളൊരു തോട്ട് വന്നല്ലേ. സാധാരണക്കാരന് എപ്പോഴും പ്രേക്ഷകര് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ ഇഷ്ടപ്പെടുക കൂടുതൽ. പിന്നെ ആദ്യം കുറെ മണ്ടെന്നുള്ള വിളിപ്പേരൊക്കെ കിട്ടിയ ഒരാളായിരുന്നു. അത് പുള്ളിയുടെ രസം, പുള്ളിയുടെ ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഇഷ്ടമായത്. അല്ലാതെ പുള്ളി അവിടെ ഭയങ്കര അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നുമല്ല. പുള്ളി ഭയങ്കര സാധാരണക്കാരിൽ ഒരുവനായിട്ടാണ് അവിടെ നിന്നത്. അതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. ഈ മുൻപുള്ള സീസണിൽ വെച്ച് ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയ ഒരു സീസൺ ആയിട്ട് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്തായിരുന്നു? കാരണം നിങ്ങൾക്ക് അറിയാലോ, ഈ പറയുന്ന പോലെ ഈ സീസൺ 6 പറയുന്ന പോലെ തുടക്കത്തിൽ ഭയങ്കര പ്രത്യേകതകളൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ അവിടെ കയറിയപ്പോൾ ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് കോൺട്രവേഴ്സീസ് കൂടുതലായതുകൊണ്ടായിരിക്കാം. അയ്യോ ഞങ്ങളെ സെക്യൂരിറ്റി തള്ളിവിടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ, നിങ്ങൾക്ക് റിയൽ വിന്നറെ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ ഓക്കെ അപ്പൊ ഈ പവർ റൂം ഇപ്രാവശ്യം വേണ്ടായിരുന്നു തോന്നുന്നു. പവർ റൂം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കണ്ടസ്റ്റൻസിന് ചെന്നപാടെ പവർ റൂമിലേക്ക് കയറുക ആ ഒരു സാധനം കുറച്ചൊരു വേണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ. വേണ്ടായിരുന്നു. അതിലും നല്ലത് നിങ്ങളെ പോലെ ഗെയിം കളിക്കുന്നത്, ടാസ്ക് കളിച്ച് പോകുന്നത്. ടാസ്ക് കളിച്ചത് സത്യമായിട്ടും ഈ പറയുന്ന പോലെ. പിന്നെ ഓരോ ബിഗ് ബോസിനും ഒരു പ്രത്യേകതകൾ വേണ്ടേ, അതുകൊണ്ടായിരിക്കും അടുത്ത സീസൺ ചിലപ്പോൾ ഇതിലും ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും. ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടാവുന്നൊക്കെ പറയുന്നു. ഉണ്ടാവും, ചാൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. രാത്രി നീ പോകില്ലേടി? ശരി കേട്ടോ.